നല്ല പോയാൽ മതി. നിങ്ങൾ പേടിപ്പിച്ചിട്ട് പിന്നെ നിർത്ത് 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 നിർത്ത്. ഈ ഹെൽമെറ്റ് ഇത് ISI മാർക്കുള്ളതാണ്. എടാ നല്ല സ്ട്രോങ് ആണ് സാറേ. അല്ലേ ലോക്കലും നല്ല നല്ല ഹെൽമെറ്റാണ്. ആരുടേത്? ഇതെന്റെ. എവിടുന്നാ നിനക്ക്? കാശ് കൊടുത്ത് വാങ്ങിയത്. പുതിയത് വാങ്ങിയാണ് ഇപ്പൊ. ഇതാ ഇത് നീ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? ആണ് സാറേ. എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചത്? ഞാൻ ഇന്ന് രാവിലെ പൈസ കൊടുത്ത് വാങ്ങിയാണ് സാറേ. ഈ പഴയ ഹെൽമെറ്റ് ആണോടാ നീ ഇന്ന് കാശ് കൊടുത്ത് മേടിച്ച? ഇല്ല സാറേ, ഞാൻ സെക്കൻഡ് ഇന്ന് രാവിലെ കാശ് കൊടുത്ത് മേടിച്ചാണ് പുതിയതായിട്ട്. എന്റെ ഹെൽമെറ്റ് ആണത്. സാറിന്റെ ഹെൽമെറ്റാ? ഇതാണ് ഇന്നലെ കാണാതെ പോയത്. ഞാൻ ഇന്നലെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഈ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി. സാറേ ഒന്നും വേണ്ടട്ടാ. ഞാനും സാറിന്റെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇതൊക്കെ 70കളിലാണ്. അല്ല സാറേ, ഞങ്ങക്ക് പോകണ്ടേ സാറേ? അതെങ്ങനെ ഹെൽമെറ്റ് മോഷ്ടിച്ചിട്ട് അങ്ങനെയായിട്ട് പോവാ? സാർ അത് മോഷ്ടിച്ചതല്ല, സത്യമായിട്ടും പ്യാരിജാതിന്റെ കയ്യിൽ നിന്ന് ഞങ്ങള് മേടിച്ചതാണ്. ഇയാളൊരു കാര്യം ചെയ്യ്, നാളെ പാരിജാതിനെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വാ. അല്ല വേണ്ട സാറേ, നമുക്ക് പോയി അങ്ങ് പൊക്കാന്നേ അവനെ. പൊക്കാം, നാളെ അവനെ കൂട്ടിട്ട് വാ കേട്ടോ സാറേ. അപ്പൊ ഞങ്ങൾ തൽക്കാലം ഞങ്ങക്ക് പോകണ്ടേ? അപ്പൊ ഹെൽമെറ്റ് ഇങ്ങോട്ട് തന്നാ. ഇത് കളവ് മുതലല്ലോ. എന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാകാത്ത? ഒരു കാര്യം ചെയ്യാം, ഫൈൻ എഴുതി തരാം. എന്തിനാണ് ഫൈൻ എഴുതണോ? നിങ്ങൾക്ക് ഇവിടുന്ന് പോണ്ടേ? അതിന് ഹെൽമെറ്റ് ഇല്ലല്ലോ. അല്ല ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ വെച്ച അല്ലേ വന്നത്. അത് അതിന് കുഴപ്പമില്ല, അത് മോഷണം മുതലാണ്. കാര്യങ്ങൾ പറയാൻ മനസ്സിലാകത്തെ. എടോ, നിങ്ങൾ ഇതുവരെ വന്നപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വണ്ടിയിൽ പോണ്ടേ? അതിന് ഒരാൾക്കല്ലേ ഉള്ളൂ. അപ്പൊ ഒരാൾക്കുണ്ടല്ലോ. ഒരാൾക്കുണ്ട്. പിന്നെന്താണ്? നിനക്ക് പോണ്ടേ? നിനക്ക് പോണെങ്കിൽ ഹെൽമെറ്റ് വേണം. ഞാൻ നടന്നു പോയിക്കോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അല്ല, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പൊ വേണ്ട, അപ്പൊ കുഴപ്പമില്ല. നീ പോയിക്കോടി, നീ നടന്നു, ഞാൻ നടന്നു. അല്ല നിക്ക്. ആ പേര് അഡ്രസ്സൊക്കെ പറ. എന്താ പേര്? പേര് ശീതളൻ. ഒരു ശീതളനുള്ളൂ സാറേ. വീട്ടുപേര്? ഒരു കഷ്ടം. ചന്ദ്ര? അല്ല, വീട്ടുപേര് താഴത്തേത്. ചന്ദ്ര താഴ? ഇല്ല സാറേ, താഴത്തേതിൽ മാത്രമേ ഉള്ളൂ. താഴത്തേതിൽ. പോസ്റ്റ് ഇത് തന്നെ, ഈ പോസ്റ്റ് തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഏതെന്ന് പറയണം സാറേ. ഇത് ഒരു പോസ്റ്റ് സാറേ. അങ്ങോട്ട് വാർന്ന് പറയാൻ മതി സാറേ. ഒന്നും ബേജാറുണ്ടോ? ഞാൻ ഒറ്റ എടുക്കലുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട. ജസ്റ്റ് മിസ്സായി പോയി. സാറേ എന്ത് പണിയാ സാറേ കാണിച്ചത്? സാറേ അത് അയാളുടെ മേത്തോണ്ട് വരുന്നില്ല. അവന്മാര് തോന്നിയാസം കാണിച്ചിട്ട് പോയണ്ടല്ലേ. പോലീസുകാർ കൈയാടിച്ച വണ്ടി നിർത്തണം. സാറേ നിർത്തിയില്ലെന്ന് വെച്ചാൽ ലാത്തിക്കൊക്കെ എറിഞ്ഞ ആളുടെ തലയെ കൊണ്ട് അയാൾ ചത്തൂലേ? കൊള്ളാനല്ലോ അറിയണേ. അത് എന്ത് പരിപാടിയാണ് സാറേ? എന്ത് മര്യാദ ഇത്? നീ പോലീസുകാരെ നീ ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ. പോ നീ നിന്റെ പണി നോക്ക്. സാറേ എടാ പോടാന്നൊന്നും വിളിക്കണ്ട. സാറ് സാറിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതി. സാറിന് വിളിക്കണം. അല്ല പിന്നെ സാറൊന്നും വിളിക്കണ്ട, താങ്കൾ എന്ന് വിളിക്കണം. സാർ സൗകര്യം അല്ലെങ്കിലോ അങ്ങനെ വിളിക്കാൻ വിളിക്കാൻ സാറിന് അധികാരമില്ല. യൂണിഫോം ഇട്ടിട്ട് എടാന്ന് ഒരാളെ വിളിക്കാൻ പാടില്ല. സാർ താങ്കൾ സാറ് വിളിച്ച കേട്ടില്ലേ? പോലീസുകാരെ നിയമം പഠിപ്പിക്കാന്ന് പറഞ്ഞോ. സാറെ നിയമം തെറ്റിച്ചാൽ പഠിപ്പിക്കാം. സാറിന്റെ പേരെന്താ? മന്മഥൻ എന്നല്ലേ? സുഗതൻ, സത്യശീലൻ എന്നല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പോലീസുകാർ സാറ് വർത്താനം പറയണ്ട.